പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഐ ഹോപ്പ് യു ആർ ഓൾ ഫൈൻ. എല്ലാവർക്കും സന്തോഷമെന്ന് തന്നെ കരുതുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒറ്റൊരു ചോദ്യമായിട്ടാണ് വരുന്നത്. ആർ യു ബ്രോക്കൺ? നിങ്ങൾ തകർന്നിരിക്കുന്നവരാണ്. എല്ലാവർക്കും ഒരു കടന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്, ആം ഐ ബ്രോക്കൺ? ഞാൻ തകർന്നിരിക്കുന്നവനാണ്, ഞാൻ തകർന്നു പോയോ, എൻ്റെ ജീവിതം തകർന്നോ, ഇനി ഇവിടെ അങ്ങോട്ട് ഒന്നുമില്ലേ, ഐ ആം ഇൻ ദ ഡെഡ് സ്റ്റോപ്പ്, ഇനി ഇവിടെ അങ്ങോട്ട് ഫർദർ എൻ്റെ ജീവിതം ഞാൻ എന്ത് ചെയ്യും? സോ ഐ എം ആസ്കിങ് യു ദ സെയിം ക്വസ്റ്റ്യൻ, ആർ യു ബ്രോക്കൺ? അപ്പോൾ ഒരു വചനഭാഗം വായിക്കാൻ എനിക്ക് തോന്നുന്നു. 2 കൊരിന്തോസ് 4-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. I will read it here. We are afflicted in every way, but not crushed, perplexed, but not driven to despair, persecuted, but not forsaken, struck down, but not destroyed, always carrying in the body the death of Jesus, so that the life of Jesus may also be made visible in our bodies. 2 കൊരിന്തോസ് 4-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ മലയാളത്തിൽ അതിൻ്റെ ഭാഗം വായിക്കാം. ഞങ്ങൾ എല്ലാവിധത്തിലും ഞെരുക്കപ്പെടുന്നു, എങ്കിലും തകർക്കപ്പെടുന്നില്ല. വിഷമിക്കപ്പെടുന്നു, എങ്കിലും ഭഗ്നാശരാകുന്നില്ല. പീഡിപ്പിക്കപ്പെടുന്നു, എങ്കിലും പരിത്യക്തരാകുന്നില്ല. അടിച്ചു വീഴ്ത്തപ്പെടുന്നു, എങ്കിലും ശപിക്കപ്പെടുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു. 2 കൊരിന്തോസ് 4-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഇന്ന് നമ്മൾ ഈ വചനത്തിന് അധിഷ്ഠിതമായിട്ടാണ് ധ്യാനിക്കുക. So I want to ask you the same question again. Are you broken? നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ I have to mention certain words. A broken cloud gives you rain. തകർക്കപ്പെട്ട ഒരു മേഘമാണ് നമ്മുടെ മുമ്പിൽ മഴയായി പെയ്യുന്നത്. A broken soil gives an opportunity to cultivate or to do with farming. ഇളക്കിമറിയപ്പെട്ട, ഉഴുതുമറിക്കപ്പെട്ട മണ്ണാണ് നമുക്ക് കൃഷിക്ക് യോഗ്യമാകുന്നത്. A broken seed, a broken crop and a broken seed gives birth to a plant. തകർക്കപ്പെട്ട അല്ലെങ്കിൽ പൊട്ടിക്കപ്പെട്ട ഒരു വിത്താണ് ഒരു ചെടിയായി മാറുന്നത്. ആ ചെടി വളർന്നാണ് മരമായും ഫലങ്ങളായും പൂക്കളായും നമ്മളെ തഴുകുന്നതും നമ്മളെ അനുഗ്രഹിക്കുന്നു. ഈ ഇന്നത്തെ വചനഭാഗത്തിൽ 2 കൊരിന്തോസ് 4-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ എനിക്ക് ഈ ആശയമാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. തകർക്കപ്പെടാതെ ഒരാളും രക്ഷിക്കപ്പെട്ടിട്ടില്ല. വേദനയുടെ കടന്നു പോകാതെ ഒരാളും ഒന്നും നേടിയിട്ടില്ല. ഒരു കുഞ്ഞ് ജനിക്കുന്നത് മുതൽ a mother's womb is broken to get the baby out of it. That umbilical cord is broken to separate the baby from his mother or from the mother. ഒരു കുട്ടിയെ ഗർഭപാത്രത്തിൽ നിന്ന് വിച്ഛേദിക്കാതെ ആ കുഞ്ഞിന് പുറത്ത് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ നല്ലൊരു ജന്മം പോലും സംഭവിക്കുന്നത് ഒരു വേദനയോട് കൂടിയാണ്. ഒരു സ്ത്രീ, ഒരു അമ്മ പ്രസവ സമയത്ത് അനുഭവിക്കുന്ന വേദന ഒരു മനുഷ്യന് താങ്ങാവുന്നതിനും അപ്പുറത്തുള്ള പെയിനാണ്. സയന്റിഫിക്കലി പ്രൂവനാണ്. പക്ഷേ ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ മനുഷ്യ സ്ത്രീക്ക് ആ പ്രസവ സമയത്ത് മാത്രമേ ആ വേദന സഹിക്കാൻ കഴിയൂ. അത്രയും കഠിനവും ഭീകരമായ വേദനയിലൂടെയാണ് ആ ഒരു കുഞ്ഞ് ജനിക്കുന്നത് എന്ന് വിചാരിച്ച് ഒരു അമ്മമാരും പ്രസവിക്കാതിരിക്കുന്നു. So the motherhood comes with the pain. The most beautiful birth, the most beautiful thing happening in this world is with a lot of pain.
ആ കുഞ്ഞ് നടക്കാൻ തുടക്കുന്നത് പോലും ഒരുപാട് പ്രാവശ്യം വീണിട്ടാണ്. നമ്മളൊരു കാര്യം പഠിച്ചെടുക്കുന്നത് ഒരുപാട് പെയിൻ എടുത്ത് എടുത്തിട്ടാണ്. നമ്മളൊരു ജോലിയിൽ പ്രവേശിക്കുന്നത് ഒരുപാട് ട്രെയിനിങ്ങും പ്രോസസ്സും കഴിഞ്ഞിട്ടാണ്. അങ്ങനെ എന്തും ഏതും ഒരുപാട് പ്രോസസ്സിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ദൈവം നമ്മളെ വേദനയിലൂടെയും സഹനങ്ങളിലൂടെയും ഒരു ബ്രോക്കൺ വേയിലൂടെ നമ്മളെ കടത്തിവിടുന്നത് ബിക്കോസ് ഓഫ് എ റീസൺ. നിങ്ങൾ ഒരു ഹയർ ഗ്രേഡിലേക്ക് കയറാൻ പോകുന്നു. നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കാൻ പോകുന്നു. നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രോത്ത് സംഭവിക്കാൻ പോകുന്നു. യു ആർ ഗോയിങ് ടു ചേഞ്ച് ടു എ ബെറ്റർ വേൾഡ്. യു ആർ ഗോയിങ് ടു ചേഞ്ച് ഇൻ ടു എ ബെറ്റർ ലൈഫ്. യു ആർ ഗോയിങ് ടു ഗെറ്റ് എ ബെറ്റർ ബ്ലെസ്സിങ്. പക്ഷേ നമുക്ക് വേദനകളോട് വിരക്തിയാണ്. ഏത് വിശുദ്ധരെ എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം, അവരെല്ലാം സഹനങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ച് ആലിംഗനം ചെയ്ത് വളർന്നു വന്നവരാണ്. അവരുടെ സഹനങ്ങൾ അവരെ വിശുദ്ധരാക്കി മാറ്റി. നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും കടന്നു വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ എൻഡ് ഓഫ് ദ ലൈൻ, എൻഡ് ഓഫ് ദ റോഡ് എന്ന് വിചാരിക്കുന്ന സമയത്ത് ആ എൻഡ് പോയിന്റിൽ യു ആർ ഗോയിങ് ടു ഗീവ് ബർത്ത് ടു എ ന്യൂ ലൈഫ്. ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്ന, നമ്മളെ കൊണ്ടുപോകുന്ന വഴിയിലൂടെ നിന്നു കൊടുക്കുവാൻ നമ്മൾ വിധേയരാകണം. ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മൾ വിശ്വസിക്കണം. നോട്ട് ജസ്റ്റ് ബിലീവിങ്, യു മസ്റ്റ് ട്രസ്റ്റ് ഗോഡ് ഇൻ ഹിസ് പ്ലാൻ. നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു വാഹനത്തിൽ ആ വാഹനം ഓടിക്കുന്ന ഡ്രൈവറിൻ്റെ ലൈസൻസ് ഒരിക്കലും നമ്മൾ പരിശോധിച്ച് നോക്കാറില്ല. ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ വി ആർ നെവർ ഗോയിങ് ടു ചെക്ക് ദ കുക്ക്. ആരാണ് അവിടുത്തെ ഷെഫ് അല്ലെങ്കിൽ കുക്ക്, ആരാണ് അവിടെ കുക്ക് ചെയ്യുന്നത്, അവരുപയോഗിച്ച പദാർത്ഥങ്ങളെല്ലാം നല്ലതാണോ എന്ന് പോലും നമുക്ക് എപ്പോഴും പരീക്ഷിച്ച് നോക്കാൻ കഴിയാറില്ല. വി ട്രസ്റ്റ് ദാറ്റ് ഹോട്ടൽ, വി ട്രസ്റ്റ് ദാറ്റ് ഡ്രൈവർ. ഭൂമിയിലുള്ള നിസ്സാര കാര്യങ്ങളിൽ പോലും നമ്മൾ അന്ധമായി ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വൈ കാൻറ്റ് വി ട്രസ്റ്റ് ഗോഡ് ഹു ക്രിയേറ്റഡ് us? നമ്മളെ സൃഷ്ടിച്ച ദൈവത്തെ എന്തുകൊണ്ട് നമുക്ക് ട്രസ്റ്റ് ചെയ്തുകൂടാ? ബിലീവിങ് ഈവൻ ഡെവിൾ ഇസ് ഡൂയിങ്. ഡെവിൾ ഓൾസോ ബിലീവ് ഇൻ ഗോഡ്. So what is the difference between a devil and a human being? ഈവിളായിട്ട് ചിന്തിക്കുന്ന ആളുകൾ പോലും ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നു. But they don't trust in him. അതാണ് വ്യത്യാസം. നമ്മൾ അവരെ പോലെ ആകാതെ we should trust in God. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമാണ്. ഒരിക്കൽ ഒരു സർക്കസുകാരൻ ഒരു ബിൽഡിങ്ങിൻ്റെ ഉയരത്തിലെ തുഞ്ചത്ത് നിന്നും അടുത്ത ബിൽഡിങ്ങിലേക്ക് ഒരു കമ്പി കെട്ടി സർക്കസിന്റെ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു. ആ ബിൽഡിങ്ങിൽ നിന്നും മറ്റു ബിൽഡിങ്ങിലേക്ക് കെട്ടിയിരിക്കുന്ന ആ കമ്പിയിലൂടെ സ്വന്തം കുഞ്ഞിനെ തോളത്ത് കയറ്റി ആ മകൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആ കമ്പിയിലൂടെ നടന്നു കാണിച്ചു. താഴെ നിന്ന് കാണികളായ എല്ലാവരും കൈകൊട്ടി ആ മനുഷ്യനെ പ്രോത്സാഹിപ്പിച്ചു. എവ്രിവൺ അപ്രീഷിയേറ്റഡ്. ദേ വർ സോ സർപ്രൈസ്ഡ്. അവരെല്ലാവർക്കും ആ കാഴ്ച ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ആ സർക്കസുകാരൻ ആ കുഞ്ഞില്ലാതെ ഒറ്റയ്ക്കും നടന്നു കാണിച്ചു. അതും അവർക്ക് ഇഷ്ടമായി. അറ്റ് ലാസ്റ്റ് ദ സർക്കസ് മാൻ കെയിം ടു ദിസ് പീപ്പിൾ. അയാൾ പറഞ്ഞു, ഇനി ഞാൻ ഇതിൻ്റെ മേലെ കൂടെ ഒരു പ്രാവശ്യം കൂടി നടന്നു കാണിക്കാം. അതിന് നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ കുഞ്ഞിനെ അല്ലെങ്കിൽ നിങ്ങളെ തന്നെ എൻ്റെ അടുത്തേക്ക് വരണം. ഐ വിൽ ക്യാരി യു. ഞാൻ നിങ്ങളെ തോളത്ത് കയറ്റി ഈ കമ്പിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. And you know what will be the answer? Nobody turned up. Because everyone was afraid. Even though they believe him that he is a good circus man. Because they have seen him doing that thing. Taking his own child on his shoulder and walking to and fro. ഒരു ബിൽഡിങ്ങിൽ നിന്ന് മറ്റേ ബിൽഡിങ്ങിലേക്ക് ആ കമ്പിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ആ സർക്കസുകാരൻ ചെയ്യുന്നത് ഈ കണ്ടവരാണ് ഇവരെല്ലാവരും. ആൾക്കൊരു തെറ്റുപോലും പറ്റാതെ ആളത് ചെയ്തിട്ടുണ്ട്. But they don't trust him, even though they believe him. ഈ ചെറിയ കഥയിൽ നിന്നും എന്താണ് ബിലീഫ് എന്നും എന്താണ് ട്രസ്റ്റ് എന്നും വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
Trusting in someone is far better than just believing in him. We should not be just believers. There is no point in living like a believer. But it is great to be a trustworthy man who trusts his God. You should trust, you must trust in God that He is doing everything for our goodness, everything for our future, everything to save us, everything because He loves us so much. Unconditional love. So, I wish you all the best for your life and not to be deprived or discouraged because of the pains and troubles and trials and all the pressures around you. Because understand, that is the process of making you far better than what you are now. God is taking you to His promise. God is taking you to that transformation change to give you a better life, to give you a much higher happiness. So, get ready for the change. Embrace the broken life. Embrace the pressure. Embrace the pain. Embrace the suffering. Love it because your God loves you. Trust in Him. I wish you all the best. Good day to you and peace be with you all.